ഇന്ന് കോഴിക്കോടേക്കുള്ള ഒരു ചെറിയൊരു യാത്രയിലാണ്. നമ്മൾ 5 പേര് നടത്തുന്ന ഒരു ഗെറ്റ് ടുഗദറാണ് കോഴിക്കോട് വെച്ച്. അതുപോലെ ആരൊക്കെയാണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. 13 കൊല്ലം മുമ്പായിട്ട് ബാംഗ്ലൂരിൽ ഒരു മാഗസിൻ കമ്പനിയിലാണ് നമ്മൾ 5 പേര് ഒന്നിച്ച് വർക്ക് ചെയ്തത്. ഇപ്പോൾ എല്ലാവരും 4 വഴിക്കായി. നാളെ വീണ്ടും ഒന്നിക്കലാണ്. ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ പല കമ്പനിയിൽ വർക്ക് ചെയ്തു, പലരുടെ കൂടെയും വർക്ക് ചെയ്തു. പക്ഷെ ഇതുപോലൊരു ഗ്യാങ് പിന്നെ എവിടുന്നും എനിക്കുണ്ടായിട്ടില്ല. അതൊക്കെ ഓർത്തിരുന്നപ്പോഴേക്കും കോഴിക്കോട് ട്രെയിൻ എത്തി. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേച്ചനും ഇതിലും പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ കോഴിക്കോട് കാലത്തുമ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. അതല്ലെങ്കിലും നല്ല ആൾക്കാർ പോകുന്നിടത്തൊക്കെ നല്ല മഴ ഉണ്ടാകുമെന്ന് പണ്ട് എൻ്റെ ഉമ്മാമ പറയലുണ്ടായിരുന്നു. ഞാൻ ഓടി വണ്ടിയിൽ കയറി. ഇത് നിതിൻ, ഇത് പിള്ളേച്ചൻ എന്ന് ഞങ്ങളിട്ട പേരാണ് കേട്ടോ. ശരിക്കും പേര് സുചിത്ര പിള്ളൈ എന്നാണ്. ഈ വണ്ടി ഓടിക്കുന്ന ആളാണ് നിതിൻ ഫോമ എന്ന് പറഞ്ഞാലാണ് 4 ആളറിയും. ഡിന്നർ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് പിള്ളേച്ചൻ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് കപ്പ ബിരിയാണിയും കുത്തു പൊറോട്ടയും നൂൽ പൊറോട്ടയും വെള്ളാപ്പവും ബീഫ് ഫ്രൈയും ഓർഡർ ചെയ്തു. ഒരു കുത്തു പൊറോട്ട നിതിൻ്റെ വൈഫിനും പാർസൽ വാങ്ങി. നമ്മുടെ പിള്ളേച്ചൻ്റെ വീട് കൊച്ചിയിലാണ്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് നമ്മുടെ മലബാറിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നിതിൻ്റെ മുക്കത്തുള്ള വീട്ടിലെത്തി. മുക്കത്തെത്തിയപ്പോൾ എനിക്ക് കാഞ്ചനമാല ഓർമ്മ വന്നു. ഇന്ന് ഞാൻ 4 മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടതുകൊണ്ട് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് കംപ്ലീറ്റ് ആക്കി. വെള്ളം കുടിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫർ ഹാളിലിരുന്ന് അന്നത്തെ ദിവസത്തെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുകയായിരുന്നു. ഞാനും പിള്ളേച്ചനും ഇവിടുത്തെ ഹോം തിയേറ്ററിലിരുന്ന് ചാക്കോച്ചൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മണി 3 ആയി. നാളെ രാവിലെ എണീറ്റ് വീണ്ടും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നമ്മൾ 3 പേരിലായുള്ളൂ. ഇനി 2 പേരും കൂടി വരാനുണ്ടല്ലോ. അവർ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അലാറൊക്കെ വെച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. ബാക്കി കഥ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം.